അപ്പോൾ ഇന്ന് നമുക്കൊരു മസാല ഫിഷ് ഫ്രൈ ആയാലോ. ഈ ഫിഷ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ നടുഭാഗം കൂടി കട്ട് ചെയ്തിട്ടാണ് ഇതിൽ ഞാൻ മസാല പുരട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ഓവർ ഫ്രൈ ഒന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇതിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന മസാല സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും യൂസ് ചെയ്തിട്ടാണ് ഇത് മാരിനേഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം കൂടി നിവർത്തി വെച്ചിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ആ സൈഡും കൂടി ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫിഷിനെ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ ഓയിലിൽ തന്നെ ഇനി മസാല റെഡിയാക്കിയെടുക്കാം. മസാലയ്ക്കായിട്ട് ഞാൻ ഫസ്റ്റ് കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാളയിൽ കുറച്ച് ഓയിൽ കുറവുള്ളതുപോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാള നല്ലപോലെ വഴറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അതൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് സവാള നല്ലപോലെ വഴറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ മസാല ഒക്കെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ പൊടികളെല്ലാം നല്ലപോലെ വെന്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ ഈ പൊടികളൊക്കെ വെന്തതിന് ശേഷം നമുക്ക് കോൽപ്പുളി പിഴിഞ്ഞ അതിൻ്റെ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം മീനുമ്മ മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ഈ മസാല ഒക്കെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഈ പാനിൻ്റെ ചുറ്റും ആ മസാല നല്ലപോലെ പരത്തി വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഓരോ മീനായിട്ട് നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഓരോ മീനിൻ്റെ പീസസും പൊട്ടാതെ രണ്ട് കയ്യിൽ യൂസ് ചെയ്ത് നമുക്ക് പതിയെ ആ മസാലയ്ക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ സൈഡിൽ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് മസാലകളൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. താഴത്തെ പോലെ തന്നെ മുകളിലും മീനിൻ്റെ മസാല വരാനായിട്ടാണ് നമ്മൾ മുകളിലും കൂടി മസാല വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് നേരം മൂടി വേവിച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഫിഷ് മസാല ഫ്രൈ ഇവിടെ റെഡി. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം.